It is going to be the biggest opportunity for India. ഇപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻസ് AI വരാൻ കാരണം എന്തുകൊണ്ടാണ്? പ്രീ കോവിഡ് പോസ്റ്റ് കോവിഡ് എന്നൊരു വ്യത്യാസം നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും ഇന്റൻസിറ്റിയുള്ള ഒരു മാറ്റമാണ് നമ്മുടെ വേൾഡിലേക്ക് ഉണ്ടാവാനായിട്ട് പോകുന്നത്. ഈ AI കൊണ്ടുള്ള ചേഞ്ച് IT ഫീൽഡിലെ ആൾക്കാർ മാത്രം പേടിച്ചാൽ മതി. എന്ത് നമ്മൾ ചെയ്യണം, എന്തിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണം, കമ്പനീസ് എന്ത് ചെയ്യണം, യൂണിവേഴ്സിറ്റീസ് എന്ത് ചെയ്യണം, സർക്കാർ എന്ത് ചെയ്യണം എന്ന് പറയുന്ന പരക്കം വായിച്ചതാണ്. Everyone is trying to discuss and identify how could we actually survey for the future. എല്ലാ മേഖലയിലും മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. ഹലോ ഗൈസ്, വെൽക്കം ടു എന്തും പറയാം. ഡേ വിത്ത് CEO എന്ന പ്രോഗ്രാമിന്റെ പാർട്ടായിട്ട് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ടെക്നോ പാർക്കിന്റെ അകത്തുള്ള ഫയർ ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ മിസ്റ്റർ ദീപു എസ് നാഥിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടെക്നോ പാർക്കിന്റെ അകത്തുള്ള എല്ലാവർക്കും അത് അവരുടെ സ്വന്തം ദീപു ചേട്ടനാണ്. അപ്പൊ നമുക്കിന്ന് ദീപു ചേട്ടനെ മീറ്റ് ചെയ്യാം. ഹലോ ദീപു ചേട്ടാ, വെൽക്കം ടു എന്തും പറയാം. നമ്മൾ ടെക്നോ പാർക്കിൽ വന്നപ്പോൾ തൊട്ട് കേൾക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഫയർ പോട്ടീത്. കഴിഞ്ഞ 11 വർഷമായിട്ട് എല്ലാ മന്തും മുടങ്ങാതെ പുതിയ ടെക്നോളജിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വേദിയാണ് ഫയർ പോട്ടീത്. അപ്പൊ ഇങ്ങനെ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്യാൻ ഉള്ള മോട്ടിവേഷൻ എന്താണെന്ന് ഷെയർ ചെയ്യാം. ഒരു 10-15 വർഷം മുമ്പാണ് ഞാൻ കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അന്ന് തൊട്ട് ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ടെക്നോളജി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പരസ്പരം കാണാനായിട്ട് പരിചയപ്പെടാൻ ഒരു വേദി ഇത്രയും ടെക്നോളജി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ വർക്ക് ചെയ്യുന്ന ടെക്നോ പാർക്കിനകത്തില്ല. അപ്പോൾ പലപ്പോഴും നമുക്ക് വെറുതെ ചടങ്ങുകളായിട്ട് മാത്രം നടക്കുന്ന കുറേ സെമിനാർസോ കാര്യങ്ങളോ ചെയ്യുന്നതിന് അതീതമായിട്ട് എല്ലാ മാസവും മുടങ്ങേണ്ട ആൾക്കാർക്ക് ഒരുമിച്ച് വരാനായിട്ടൊരു സ്പേസ് വേണമെന്നുള്ളൊരു സങ്കല്പത്തിലാണ് നമ്മുടെ ഇത്. കോഫി DVG എന്നായിരുന്നു നമ്മുടെ ആദ്യത്തെ ഒരു പേര്. 2013 ജൂണിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അന്നത്തെ നമ്മുടെ ഒരു കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ: എല്ലാ മാസവും ആദ്യത്തെ ബുധനാഴ്ച ടെക്നോളജി ഇഷ്ടപ്പെടുന്ന ആർക്ക് വേണം ഇവിടെ വരാം. നമ്മൾ കഴിഞ്ഞ ഒരു മാസം ടെക്നോളജി വേൾഡിൽ എന്താ നടന്നതെന്ന് ചർച്ച ചെയ്യും. ഏതെങ്കിലും ഒരു ട്രെൻഡിങ് ടെക്നോളജിയെ കുറിച്ച് ഡിസ്കഷൻ വയ്ക്കും. അപ്പൊ അതിന് സിമിലർ ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും ഒരുമിച്ച് വരുന്നു, അവർ പരസ്പരം പരിചയപ്പെടുന്നു. അവിടെയാണ് കോൺവെർസേഷൻസ് സ്റ്റാർട്ട് ആവുന്നതും ഒരുപാട് സുഹൃത്തുക്കളെ സെയിം ഇൻട്രസ്റ്റുള്ള ആൾക്കാരെ കണക്ട് ചെയ്ത് കിട്ടുന്നതും. അപ്പൊ അങ്ങനെ എല്ലാ മാസവും മുടങ്ങാതെ കഴിഞ്ഞ 11 വർഷമായിട്ട് നമ്മുടെ ഫയർ പോട്ടീറ്റ് കൊണ്ടുപോകാറുണ്ട്. അപ്പൊ ദീപ് ചേട്ടാ, ഈ കഴിഞ്ഞ 11 ഇയേഴ്സ് ആയിട്ട് ഇവിടെ ഒരുപാട് ടെക്നോളജിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. 2017 പോലും നമ്മൾ AI കുറിച്ചൊക്കെ ഇവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോ ഇപ്പൊ ഇത്രയും ഇമ്പോർട്ടൻസ് AI വരാൻ കാരണം എന്തുകൊണ്ടാണ്? അപ്പൊ കഴിഞ്ഞ 11 വർഷം ഓരോ മാസവും പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒരുപാട് ടെക്നോളജിയെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. 2016-ലും 15-ലൊക്കെ നമ്മൾ ബിറ്റ്കോയിനെ കുറിച്ച് ചർച്ച ചെയ്തു. നമ്മൾ ബ്ലോക്ക് ചെയിനാണ് ഏറ്റവും കൂടുതൽ വലിയ ചേഞ്ച് വരാനായിട്ട് പോകുമ്പോൾ ഭയങ്കര ഡിസ്ട്രപ്ഷൻ വരുന്നു പറഞ്ഞു. അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. 2017-നകത്ത് നമ്മൾ AI കുറിച്ച് വലിയൊരു കോൺക്ലേവ് തന്നെ നടന്നു. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അന്ന് ഫയർ പോട്ടീറ്റ് മാത്രമായിരുന്നു ഇവിടെ അങ്ങനത്തെ ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ചുറ്റും എവിടെ നോക്കിക്കഴിഞ്ഞാലും അത്തരം ചർച്ചകളാണ്. അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അൺപ്രസിഡന്റഡ് ആയിട്ടുള്ള ഒരു മാറ്റം തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ടുള്ളത്. നമ്മൾ കോവിഡ് വരുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ കോവിഡിനെ കുറിച്ച് ഭയങ്കര ചർച്ചയ്ക്ക് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇതൊക്കെ ഒരുപാട് പാൻഡമിക് നമ്മൾ കണ്ടിട്ടുണ്ട്, കോളറ വന്നു, അല്ലെങ്കിൽ ഇങ്ങനെ പല ഇതിനെ കുറിച്ച് വരുന്ന സമയത്ത് അത് എത്രത്തോളം ചേഞ്ച് ആണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ലോകത്ത് ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഇന്റൻസിറ്റി നമ്മൾ അവെയർ ആയിരുന്നു. അല്ല, നമ്മൾ തിരിഞ്ഞു നോക്കും, ലോകത്തിനെ മൊത്തം 1-2 വർഷത്തേക്ക് നിശ്ചലമാക്കുന്ന രീതിയിലുള്ളൊരു ചേഞ്ച്, പ്രീ കോവിഡ് പോസ്റ്റ് കോവിഡ് എന്നൊരു വ്യത്യാസം നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെയും ഇന്റൻസിറ്റിയുള്ള ഒരു മാറ്റമാണ് നമ്മുടെ വേൾഡിലേക്ക് ഉണ്ടാവാനായിട്ട് പോകുന്നത്. ആൻഡ് വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഈസ് ലൈക്ക്, ഇപ്പോൾ ഇലക്ട്രിസിറ്റി കണ്ടുപിടിക്കുന്ന കാലത്ത് നിന്ന് ഇന്നത്തേക്ക് ഉണ്ടായ കുറേ മാറ്റങ്ങളുണ്ടല്ലേ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്തുള്ളൂ. ആ നമ്പർ ഓഫ് ഇറ്ററേഷൻസ് ഓഫ് ചേഞ്ചസ്, അതിൻ്റെയും കൂടുതൽ ചേഞ്ചസ് ഇൻ ദ വേ വി ഓപ്പറേറ്റ് ടുഡേ ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദ കമ്മിങ് ഫ്യൂ ഇയേഴ്സ്. അപ്പോൾ അത്രയും ഡിസ്ട്രപ്റ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എന്ത് നമ്മൾ ചെയ്യണം, എന്തിനു വേണ്ടി പ്രിപ്പയർ ചെയ്യണം, കമ്പനീസ് എന്ത് ചെയ്യണം, യൂണിവേഴ്സിറ്റീസ് എന്ത് ചെയ്യണം, സർക്കാർ എന്ത് ചെയ്യണം എന്ന് പറയുന്ന പരക്കം വായിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. ആൻഡ് everyone is trying to discuss and identify how could we actually survey for the future. But what I want to say is like, it is not just about survival. We can actually ride the waves of change. It is going to be the biggest opportunity for India if we can actually അതിന് റൈറ്റ് ആയിട്ടുള്ള ആക്ഷൻസ് മുമ്പിലേക്ക് എടുക്കുകയാണെങ്കിൽ. ഫയറിലേക്ക് ഒരു കാൻഡിഡേറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ദീപയുടെ നോക്കി കാണുന്ന കുറച്ച് ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് ഷെയർ ചെയ്യാം. നമുക്ക് 3 കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായിട്ട് നോക്കുന്നത്. ഒന്ന്, ഫൗണ്ടേഷണൽ നോളജ്. എങ്ങനെയാണ് ഇപ്പൊ വെബ് ഡെവലപ്പർ ആയിട്ടാണ് ഒരാൾ ഹയർ ചെയ്യുന്നതെങ്കിൽ വെബ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിന്റെ ഫൗണ്ടേഷണൽ നോളജ് ഉണ്ടോ എന്ന് നോക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പുതിയ കാര്യങ്ങൾ എത്രത്തോളം പഠിക്കാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ടെന്ന് നോക്കും.
ആ പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം അപ്ലൈ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് നോക്കാം. ഡിഗ്രീസ് ഡസൻറ്റ് മാറ്റർ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്, ഓൾ ദോസ് തിങ്സ് ഡസൻറ്റ് മാറ്റർ. നിങ്ങൾക്ക് പുതിയ കാര്യം പഠിച്ച് ഇംപ്ലിമെന്റ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉണ്ടോ? ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് മാറ്റേഴ്സ് ടു ഗെറ്റ് ആൻ ഓഫർ അറ്റ് ഫയർ. ഈ AI കൊണ്ടുള്ള ചേഞ്ച് IT ഫീൽഡിലെ ആൾക്കാർ മാത്രം പേടിച്ചാൽ മതിയോ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഇലക്ട്രിസിറ്റി പോലെയാണ് എന്ന് പറയപ്പെടുന്നുള്ളത്. ഇത് എല്ലാ മേഖലയിലും മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. ഇപ്പൊ ആദ്യം തന്നെ നമ്മൾ കാണുകയാണെങ്കിൽ ക്രിയേറ്റീവ് സ്പേസ്, എന്റർടൈൻമെന്റ്, സിനിമ പിടിക്കുന്ന രീതി മാറാൻ പോകും. ഡോക്ടർമാര് എങ്ങനെ ഓപ്പറേഷൻ ചെയ്യുന്നു എന്ന് പറയുന്ന സർജറി ചെയ്യുന്ന കാര്യങ്ങൾ മാറാനായിട്ട് പോവാണ്. ഡിജിറ്റൽ ബയോളജി, ലോഞ്ചിവിറ്റി പ്രോജക്റ്റുകളൊക്കെ നമുക്ക് കൂടുതൽ വർഷങ്ങളിലേക്ക് ജീവിക്കാനായിട്ട് എന്ത് ചെയ്യാനുണ്ട്. സ്പേസ് എക്സ്പ്ലോറേഷന്റെ കാര്യത്തിനകത്ത് നടക്കുന്നുണ്ട്. ജീനോമിക്സ് പ്രോജക്റ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് IT. എല്ലാ മേഖലകളും IT മേഖലകളാണ്. Everything has an IT element in it, and IT is not a separate industry. And AI is going to change the way things operate in each and every industry today. And ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള ഒരു വേ ഓഫ് ഓപ്പറേഷൻ ആയിരിക്കില്ല അടുത്ത 2 വർഷം കഴിയുന്ന സമയത്ത് മുന്നോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അത്രത്തോളം അടുത്ത് തന്നെയാണ് ആ ചേഞ്ച് എന്നുള്ളത്. ബട്ട് വി ഹാവ് ടു ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പോൾ AI കൊണ്ടുള്ള ഈ ചേഞ്ചസ് IT ഫീൽഡ് മാത്രമാണ് എഫക്ട് ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി എങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം? എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്താണ് നിങ്ങളുടെ ഇഷ്ടങ്ങളെന്ന് മനസ്സിലാക്കാനായിട്ട് നിങ്ങളുടെ ഐഡന്റിറ്റി എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റണം എന്നതാണ്. കാര്യം പണ്ടെന്ന് പറയുന്നത് നമ്മളിപ്പോൾ നോർമലി ഒരു സർക്കസില് സിംഹത്തിനെയും പുലിയെയും കുതിരയെയും എല്ലാത്തിനെയും കൊണ്ടുവന്നിട്ട് അതിനെ കസേരയിൽ എടുത്തുന്നു, അവിടെ സൈക്കിൾ വിടും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ സ്കില്ലുകൾ ട്രെയിൻ ചെയ്തിട്ട് അതിനകത്ത് എന്താണ് സർക്കസ് കമ്പനിക്കാർ വരുമാനം ഉണ്ടാക്കുന്നത്. കുതിര ഹാപ്പിയാണ്, സിംഹം ഹാപ്പിയാണ്, കാര്യം എന്താ അതിന് നന്നായിട്ട് ഭക്ഷണം കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ കാണികളെ എന്റർടൈൻ ചെയ്യുന്നത്. പക്ഷെ ഇത്തരം ജോലികൾ റെപ്പറ്റേറ്റീവായിട്ട് ചെയ്യുന്ന തരം ജോലികൾ ഇല്ലാണ്ടാകുന്നത് സർക്കസ് കമ്പനി നിർത്തി പോവുകയാണെന്നുള്ള സാഹചര്യം ആലോചിക്കാം. ഈ സിംഹത്തിനെയും ഇതിനെ എല്ലാത്തിനെയും കാട്ടിൽ കൊണ്ടുവിട്ട് കഴിഞ്ഞാൽ വിൽ ദേ സർവൈവ്? അതുപോലെ തന്നെ ഇന്ന് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഒരു സ്കില്ല് ഞാൻ പഠിച്ചു, അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഇത് വെച്ച് എനിക്ക് ജോലി തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും ഇവിടെ ജോലി തരാനായിട്ട് പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. കാരണം സ്വന്തമായിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാനും അത് കുറേ കൂട്ടുകാരോട് ചോദിച്ച് മനസ്സിലാക്കി പഠിക്കാനായിട്ടും അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ള ഫ്ലൂയിഡ് ഇന്റലിജൻസ് ആണ് നമുക്ക് ആവശ്യം. നമുക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ആണ് അവിടെ ആവശ്യം. അപ്പോൾ ഈ മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള പരീക്ഷാ സമ്പ്രദായത്തിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് അവിടെ നിലനിൽപ്പുണ്ടാവില്ല. അത് മാത്രം കൈമുതലാക്കി കൊണ്ടുവരികയാണ്. സോ വാട്ട് എവർ യു ഹാവ് ടു ഡു ഈസ് നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്യും. അതിന്റെ സിമിലർ ആയിട്ടുള്ള ആൾക്കാരെ ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വെൽത്ത് ആക്സസിബിൾ ആവുന്ന ഒരു വേൾഡിലേക്ക് നമ്മൾ പോകുന്നത്. വി ആർ ഗെറ്റിംഗ് ടു എ വേൾഡ് ഓഫ് അബണ്ടൻസ് ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് അബൌട്ട് ദ മൈൻഡ് സെറ്റ് ദാറ്റ് വി ഹാവ്. മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കാര്യവും നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ ആ ഒരു ന്യൂ നോളേജിനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. യു ഷുഡ് ബി ക്യൂരിയസ് ടു നോ അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള കഴിവ്. അത് അപ്ലൈ ചെയ്യാനുള്ള കഴിവ്. അത് അപ്ലൈ ചെയ്തിട്ട് പ്രൂഫ് ഓഫ് വർക്കായിട്ട് നിങ്ങൾ ബിൽഡ് ചെയ്ത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് കൊണ്ടുവരികയാണ് എങ്കിൽ അതാണ് ഇനി കമ്പനികൾ ചോദിക്കാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ ബയോഡേറ്റ ആയിരിക്കില്ല, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ആയിരിക്കില്ല. സോ proof of work is going to be your proof of skills. അപ്പൊ ടീച്ചർ ഫൈനലായിട്ട് നമ്മുടെ സൊസൈറ്റിയോട് പറയാനുള്ള ഒരു അഡ്വൈസ് എന്താ? സൊസൈറ്റിയോട് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളത് അഡാപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഈ മാറ്റം അവിടെ സംഭവിച്ചിരിക്കും. ആൻഡ് ആ ഒരു ചേഞ്ചിനകത്ത് നമ്മുടെ പാരൻസിനോട് എനിക്ക് എസ്പെഷ്യലി പറയാനായിട്ടുള്ളത് നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ കുട്ടികൾ, ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഫേസ് ചെയ്യാൻ പോകുന്ന വേൾഡ് ഇന്ന് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. The problems that they are going to solve is going to be completely different from what we see today. അപ്പോൾ അവരെ ആ ഒരു സാഹചര്യത്തിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുക അവർക്ക് അവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അതിന് അനുസരിച്ചുള്ള ആ ഒരു ഡയറക്ഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു മാറ്റത്തിലേക്ക് അവരെ കൈപിടിച്ച് കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ അവര് പോകുന്നതിന് അനുവദിച്ചു കൊടുക്കാനായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവുക. നമ്മുടെ യുവാക്കളോട് പറയാനായിട്ടുള്ളത് ആ ഒരു പരീക്ഷാ സമ്പ്രദായത്തിൽ അല്ലെങ്കിൽ ഈ ഒരു മാർക്ക് വാങ്ങി ജയിക്കുക എന്ന് പറയുന്നത് മാത്രമായിട്ടുള്ളൊരു മെമ്മറി ബേസ്ഡ് സിസ്റ്റം മാത്രമായിട്ടുള്ളൊരു ചിന്താഗതിയിൽ നിന്നും മാറ്റത്തെ ഉൾക്കൊള്ളാനായിട്ടും അത് അഡാപ്റ്റ് ചെയ്യാനും പറ്റുന്ന സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾ സ്വയം ചെന്ന് വീഴണമെന്നുള്ളതാണ്. നിങ്ങൾ ഫെയിൽ ചെയ്യാനായിട്ട് പഠിക്കണം. യു ഹാവ് ടു ലേൺ ഹൗ ടു ഫെയിൽ, ഹൗ ടു ഫേസ് ദ ഫിയർ ഓഫ്
റിജക്ഷൻ. അപ്പോൾ കാര്യം അത്തരം ഒരുപാട് സാഹചര്യങ്ങൾ കടന്നുപോയി മാത്രമേ നെക്സ്റ്റ് ജനറേഷന് സക്സസ്ഫുൾ ആവാനായിട്ട് പറ്റുള്ളൂ. സോ പരാജയം അല്ലെങ്കിൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഭയങ്കര വലിയ തെറ്റല്ല. യു ഹാവ് ടു ബി റെഡി ടു മേക്ക് മിസ്റ്റേക്ക്, യു ഹാവ് ടു be ready to fail, you have to be ready to face rejections. Okay, thank you, Deep. Yeah.